നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു തകർപ്പൻ വിജയമാണ് കണ്ണൂരിൽ UDF നേടിയത്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് അഡ്വാൻസ് ചെയ്തു വന്നു കണ്ണൂർ ജില്ലയിൽ. ഇടതുപക്ഷത്തിൻ്റെ കൊട്ടക്കൊത്തളങ്ങളിൽ പോലും നമ്മുടെ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷക്കപ്പുറത്തുള്ള വോട്ടുകൾ കിട്ടി. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ജനസമൂഹം ഐക്യജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ റിസൾട്ടായി നമുക്ക് കിട്ടിയിരിക്കുന്ന വിജയം, ആ വിജയത്തിൻ്റെ തുടർച്ച കൊണ്ടുപോകാൻ നമ്മളതിൻ്റെ കമ്മിറ്റിയുടെ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് നിലവിൽ കോർപ്പറേഷൻ്റെ അകത്ത് തുടരുന്ന ശ്രീമതി ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി പി ഇന്ദിരയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഐകകണ്ഠ്യേനയുള്ള തീരുമാനമാണ് ആ തീരുമാനം. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു വലിയൊരു മാസ് പ്രൊജക്റ്റ് നമ്മൾ കണ്ണൂരിലേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാസ് പ്രൊജക്റ്റ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഈ നഗരസഭ അത് പ്രാവർത്തികമാക്കും എന്നതുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അത് വലിയൊരു മാസ് പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ മഹത്വവും അതിൻ്റെ മഹാത്മ്യവും മനസ്സിലാവും. അതുകൊണ്ട് ആ വളരെ സെറ്റിൽഡായ, വളരെ പ്രീ പ്ലാൻഡായ ഒരു നടപടിയുമായിട്ടാണ് കണ്ണൂർ DCC ഈ വിഷയത്തിൽ മുൻപോട്ട് പോകുന്നത്. എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റിക്കകത്ത് ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിൽ എല്ലാ ആളുകളും ഉന്നയിച്ച പേര് ഒരു ഐകകണ്ഠ്യേനയുള്ളൊരു പേരായിട്ടാണ് ഇന്ദിരയുടെ പേര് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ദിരയാണ് വരാൻ പോകുന്നത് നമ്മുടെ കോർപ്പറേഷൻ മേയർ. ഇതിനകത്ത് മീഡിയാസിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ന്യായമായ സഹായങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിനുള്ള നന്ദി പറയുകയാണ്. ഇവിടെ ബഹുമാനായ നേതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഒരു കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കോർ കമ്മിറ്റി യോഗം ചേർന്ന് എടുത്ത ഏകകണ്ഠേനയുള്ള ഒരു തീരുമാനമാണ് ബഹുമാനായ കെ സുധാകരൻ MP. അദ്ദേഹമാണ് ഇത്തരമൊരു, കാരണം നമുക്കറിയാം ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ്റെ PWC ചെയർമാനായിരുന്നു നേരത്തെ. അതിനു മുമ്പ് കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. ഇപ്പോൾ നിലവിൽ ഡെപ്യൂട്ടി മേയറായി വർക്ക് ചെയ്യുകയാണ്. നല്ല അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. വനിതാ കോളേജ് യൂണിയൻ ചെയർമാനായി തുടങ്ങി KSU രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് മഹിളാ കോൺഗ്രസിലെ ഭാരവാഹിയായി ഇപ്പോൾ DCC മെമ്പർ കൂടിയായിട്ടുണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. എല്ലാ തലത്തിലുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും നമ്മുടെ കൂടെ തന്നെ അനുഭവ സമ്പത്തും പാരമ്പര്യവും പാർട്ടി സ്ഥാനങ്ങളും ഒക്കെയുള്ള പലരും ഉണ്ട്. പക്ഷേ അതിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർ എന്ന നിലയിൽ കൂടുതൽ പരിഗണന ആണ് നമ്മൾ നേതൃത്വം ഒന്നടങ്കം നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഇന്ദിരയെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചാർജ് വഹിക്കുന്ന MP-യുടെ സാന്നിധ്യത്തിൽ അത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. 21-ാം തീയതിയാണ് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ. 26-ാം തീയതിയാണ് മേയർ തെരഞ്ഞെടുപ്പ്. 21-ാം തീയതിയിലെ സത്യപ്രതിജ്ഞയും 26-ാം തീയതിയിലെ മേയറിൻ്റെ സത്യപ്രതിജ്ഞയും നമ്മുടെ സ്റ്റേഡിയം കോർണറിൽ സ്റ്റേജിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും ഞങ്ങൾ അതിനകത്ത് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.